ഇങ്ങോട്ട് നോക്ക, സ്ത്രീകളെ ബഹുമാനിക്കാത്ത കാര്യം പറഞ്ഞു. അപ്പം അത് തന്നെ ഷാനവാസ് പറഞ്ഞു. പുറത്തിറങ്ങിയ ആരെയും വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അനുമോള് പറഞ്ഞത് 16 ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താ കൊടുത്താലും പുറത്ത് നിൽക്കുന്നവര് അത് ഇതാക്കണമെന്നില്ലല്ലോ. കണ്ടോ, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പെരിയാറിന്റെ കാര്യമൊന്നും അറിയില്ല. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആര് ആര്യൻ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ലതായിരുന്നു. ടാസ്ക് ചെയ്തുകൊണ്ട് വന്നപ്പം അത് കുളമാക്കിയത് ഷാനവാസ്. അത് കുളമാക്കി. നല്ലതുപോലെ കളിച്ചോണ്ടിരുന്നതാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്താണ് അത്. ഷാനവാസിന് എല്ലാ ഈ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ഗെയിം കുളമാക്കിയതാണ്, ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവര് എനിക്കിട്ട് ട്രാപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഇതിനു മുമ്പ് സീക്രട്ട് അത് അങ്ങനെയാണ് തോന്നുന്നത്. ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയുന്നത്? ഇത് ഒന്ന് ബെറ്റർ ആകൂ. എന്താടോ നന്നാവാത്ത ഷാനവാസ്, അയാളൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങളെ? ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോണോ? നിങ്ങളെ എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അല്ല, അയാൾ പറയട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. എന്ത് പറ്റി ഷാനവാസിനെ? ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഇതിൽ നിന്ന് എനിക്കൊരാളെ സേവ് ചെയ്യണമെങ്കിൽ അനീഷ് ആരുടെ പേര് പറയും? ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഷാനവാസ്. ഷാനവാസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിലൊരാളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരുടെ പേര് പറയും? അത് ഉത്തരം പറ. അത് പറങ്ങട്. അനുമോളെ പറയും. അല്ല, എന്താ അനീഷിനെ പറയാത്ത? അനീഷിനെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ